ഇവർക്കുള്ള മറുപടി ഞാനിത് തീർക്കണം എന്ന് ഞാൻ കൊടുത്തിരിക്കും. കുറേ പേര് എന്നോട് ഇങ്ങനെ മെസ്സേജ് ചോദിക്കുന്നുണ്ട്. കാലൊക്കെ പൊട്ടി അത്യാവശ്യം നല്ല രീതിയിൽ വേദന ഉണ്ടായിരുന്നു. ഞാൻ ഇതിന് ഇറങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉറങ്ങാൻ കിടന്നിട്ട് എനിക്ക് എന്തിട്ട് ഉറക്കാൻ പറ്റില്ല. കാരണം ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ കാസർഗോഡ് ടു കന്യാകുമാരി സോളോ വാക്കിങ്ങിൻ്റെ 3ാമത്തെ ദിവസമായി ഇന്ന്. നമ്മളിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് പോകുന്നില്ല. ഇന്ന് റെസ്റ്റ് ഡേ ആണ്. ഞായറാഴ്ച ആയതുകൊണ്ടും ഇത്രയും മഴയുള്ളതുകൊണ്ടും നമുക്ക് ഈ ഇത്രയും ലോങ് പോകാമെന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. കാരണം നമുക്കൊരു കടയിൽ കയറി എന്തെങ്കിലും മേടിക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ കടയും കാര്യങ്ങളൊന്നും കാണത്തില്ല. കാരണം എല്ലാം അടച്ചിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ യാത്ര ഒഴിവാക്കി നാളെ രാവിലെ വെളുപ്പിന് പോകാമെന്നുള്ള മൈൻഡിലാണ് ഇരിക്കുന്നത്. സത്യത്തിൽ ഇത്രയും കിലോമീറ്റർ കവർ ചെയ്ത് വന്നപ്പോഴത്തേക്കും നല്ല രീതിയിൽ മടുത്തായിരുന്നു. കാരണം ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാലൊക്കെ പൊട്ടി അത്യാവശ്യം നല്ല രീതിയിൽ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് സ്റ്റേ അടിക്കാനായിട്ട് റൂം എടുത്തിട്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ പെട്ടുപോയനെ. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഒരിടത്ത് റെസ്റ്റ് എടുക്കാണ്ട് കണ്ടിന്യൂസ് നമുക്ക് പോകാനും പറ്റത്തില്ലല്ലോ. നമുക്ക് ബോഡിക്കും റെസ്റ്റ് വേണ്ടേ, അല്ലേ നമ്മൾ ബോഡിയോട് ചെയ്യണ ഒരു ക്രൂരതയായി മാറില്ലത്. പിന്നെ ഇതിനിടയ്ക്ക് കുറേ പേര് എന്നോട് ഇങ്ങനെ മെസ്സേജ് ചോദിക്കുന്നുണ്ട്, നീ എവിടെ എത്തി, നീ 50 കിലോമീറ്റർ കഴിഞ്ഞോ 100 കിലോമീറ്റർ കഴിഞ്ഞോ. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ നടക്കുവാണ്, അല്ലാണ്ട് പറക്കുമല്ല. നമ്മൾ ഇത്രയും വെയിറ്റുള്ള ഈ ട്രാവലിംഗ് ബാഗും വെച്ചുകൊണ്ട് നമ്മൾ നടക്കുവാണ്. അതും പോരാണ്ട് നമ്മൾ പോണ വഴി നല്ല മഴയും കാറ്റുമുള്ള ഒരു കാലാവസ്ഥയും കൂടെ ഉണ്ട്. പിന്നെ അതും പോരാണ്ട് നമ്മൾ ഈ ഹൈവേ കൂടെയും അല്ലാതെ റോഡിൽ കൂടെയൊക്കെ നല്ല കയറ്റത്തിൽ കൂടെയൊക്കെയാണ് ഇത്രയും ബാഗും വെച്ചുകൊണ്ട് പോകണം. അപ്പോൾ കയറ്റത്തിൽ ഇത്രയും വെയിറ്റുള്ള ബാഗ് നമ്മളും കൂടെ പോകുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബോഡി വെയിറ്റും ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് സ്പീഡ് കുറയും. പിന്നെ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ നല്ല രീതിയിൽ ടയേർഡാവുകയും ചെയ്യും. ഇതിപ്പോൾ പറയാൻ എല്ലാവർക്കും സുഖം. ഞാനാണെങ്കിൽ ഒരു ദിവസം 50 കിലോമീറ്റർ കഴിഞ്ഞാൽ 100 കഴിഞ്ഞെന്നൊക്കെ പറയും. ഇപ്പോൾ ഈ ബാഗും കാര്യങ്ങളും ഇല്ലാതെ എനിക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ പോയി നല്ല കിലോമീറ്റർ എനിക്ക് കവർ ചെയ്യാൻ പറ്റും. എന്നും പറഞ്ഞാൽ എനിക്ക് ഈ ബാഗ് ഇവിടെ എറിഞ്ഞ് കളഞ്ഞു പോകാനും പറ്റത്തില്ല. കാരണം എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ആ ബാഗിലുള്ളത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ പോണ വഴിക്ക് വീഡിയോ എടുത്തെടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും ലാഗാവുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ നേരത്തെ ലാഗാവുന്നുണ്ട്. പിന്നെ വീഡിയോ എടുക്കണ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഈ മഴയത്ത് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ എടുക്കണത്. കാരണം മഴയത്ത് നമുക്ക് ഫോണിൻ്റെ ക്യാമറയുടെ മറ്റേ ബട്ടണിൽ ഞെക്കാൻ പോലും പറ്റത്തില്ല. കാരണം അത് വർക്കാവത്തില്ല. സ്ക്രീനിൽ മൊത്തം വെള്ളം ചാടിയിട്ട് അതുപോലെ കാറ്റും മഴയാണ്. ഞാൻ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കൈ തുടച്ച് എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കും. അങ്ങനെ സ്ക്രീൻ ഗാർഡിൽ ഇന്നലെ വെള്ളം കയറിയത് സ്ക്രീൻ ഗാർഡ് ഞാൻ പറിച്ചെടുത്തു. കാരണം ഇത് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ഇതിനകത്തേക്ക് വെള്ളം കയറിയിട്ട് നമുക്ക് ബട്ടണൊന്നും പ്രോപ്പറായിട്ട് വർക്കാവണില്ല. അപ്പോൾ ആ ഒരു സ്കീമിൽ അത് ഞാനിങ്ങ് പറിച്ചെടുത്തു. കണ്ടോ, ഇനി വേറെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കണം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത് ഡിസ്പ്ലേ എങ്ങനെ നിലത്ത് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ തീരുമാനമായി. പിന്നെ ഇപ്പം ഞാൻ ഈ റൂം എടുത്തേക്കണത് നമ്മുടെ ചെറുവത്തൂർ എന്ന് പറഞ്ഞ ഏരിയയിലാണ്. അപ്പോൾ ഈ റൂം ആദ്യം എടുക്കുന്നതിന് മുമ്പ് ഞാൻ അപ്പുറം വേറെ റൂമിൽ പോയായിരുന്നു. അവിടെ റൂം കയറി കണ്ടപ്പോഴത്തേക്കും ഒരുമാതിരി ഒരു വിറക് കമ്പ് പോലത്തെ ഒരു കട്ടിലും പിടിച്ചിട്ടിട്ട് ഒരു ബെഡും വെച്ചിട്ട് അവന്മാർ ഒരു പ്രോപ്പറായിട്ട് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ആ രീതിയിൽ വെച്ചിട്ട് അവന്മാർ ഒരു ദിവസം 500 രൂപയെന്ന് പറഞ്ഞു. സാധാരണ നമുക്ക് പൈസ കൊടുക്കണതിനുള്ള ഒരു ഇത് കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നമ്മൾ പൈസ കൊടുക്കുകയും വേണം, നമ്മൾ ഒരുമാതിരി പെട്ടിക്കൂട് പോലത്തെ സാധനത്തിൽ കയറി അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുകയും വേണം. ഇപ്പോൾ ഞാൻ ഒന്നാമത് ഇത്രയും ദൂരം നല്ല ടയേർഡായിട്ട് വന്നു. അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് നന്നായിട്ട് കിടന്നൊന്ന് ഉറങ്ങണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ വേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ വേറെ റൂം എടുത്തു. ഇത് കുഴപ്പമില്ല, ഓക്കെയാണ്. നമുക്ക് മഴ പിന്നെയും കുഴപ്പമില്ല. ഈ വെയിൽ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടാസ്ക്. കാരണം മഴയത്ത് റെയിൻകോട്ട് ഇട്ട് പോകുമ്പോൾ നമുക്കങ്ങനെ മടുപ്പും കാര്യങ്ങളും അടിക്കത്തില്ല. നമ്മൾ ആ ഒരു വൈബ് പിടിച്ച് നൈസായിട്ട് അങ്ങ് നടന്ന് എൻജോയ് ചെയ്തങ്ങ് പോകും. ആകെ ആ വെയിറ്റിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ കാൽ പൊട്ടിയതിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ വെയിൽ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. കാരണം നമുക്ക് നമ്മുടെ എനർജി മൊത്തം നല്ല രീതിയിൽ പോകും. പിന്നെ നമ്മളിതൊരു മൈൻഡായിട്ട് എടുത്തേക്കണോണ്ട് ഇതൊന്നും കാര്യമാക്കാണ്ട് നൈസായിട്ട് അങ്ങ് നടന്നു പോകും. പിന്നെ ഞാൻ ഈ നടന്ന് 2 ദിവസം മുമ്പ് ഞാൻ ഈ ഇത് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഈ നടന്നു വന്ന വഴി കൂടെയൊക്കെ എവിടെയൊക്കെ റെസ്റ്റ് എടുക്കാതിരിക്കുമ്പോൾ ഓരോ ആൾക്കാർ ഇങ്ങോട്ട് അടുത്ത് വന്ന് ഈ ബാഗിൻ്റെ പുറകിൽ ഞാൻ മറ്റേ ഇത് ഒട്ടിച്ചിട്ടുണ്ട്, മാപ്പ്. അപ്പോൾ ഓരോ ആൾക്കാർ ഇങ്ങനെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്യും ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരിങ്ങനെ വണ്ടർ അടിച്ച് നിൽക്കും. ഇങ്ങനെ ഇവിടുന്ന് അവിടം വരെ നടന്നു പോകണമെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വണ്ടറൊക്കെ അടിച്ചിരിക്കും. അപ്പോൾ എനിക്ക് കൂടുതൽ അങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ അങ്ങനെ ഒപ്പിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അവർ ഇതിനകത്ത് ഈ QR കോഡും സാധനമൊക്കെ കണ്ടിട്ട് അവരിങ്ങോട്ട് വന്നിട്ട് അന്ന ചാനൽ പറ സബ്സ്ക്രൈബ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് എല്ലാവരും ഇൻസ്റ്റാ അക്കൗണ്ടൊക്കെ മേടിച്ച് ചാനലൊക്കെ ഇങ്ങോട്ട് വന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും പണി കുറച്ചെടുത്താൽ മതി. നമുക്കിത് ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നതിലുപരി നമുക്ക് അത്രയും കുറച്ച് പണി എടുത്താൽ മതി. കാരണം അവർ ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കതൊരു നല്ല അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ നമ്മളെവിടെയെങ്കിലും ഈ ഫുഡ് കഴിക്കാൻ കയറുമ്പോഴും ഒക്കെ ആണെങ്കിലും നമുക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷ പ്രോപ്പറായിട്ട് അവർക്ക് മനസ്സിലാവത്തില്ല. കാരണം കാസർഗോഡ് ഏകദേശം 7-8 ഭാഷയോളം കണ്ട് ഇവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് മലയാളം പറയുമ്പോൾ അവർക്ക് ചില സമയത്ത് കത്തത്തില്ല. അപ്പോൾ പിന്നെ 2-3 പ്രാവശ്യമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ആംഗ്യമൊക്കെ കാണിച്ച് അങ്ങനെ പറയുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചില ഏരിയയിലൊക്കെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്.
പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ്. കാരണം ഈ 2 ദിവസമായിട്ട് എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നുണ്ട്, ഈ 5 ജില്ലയിലെങ്ങാണ്ട് ഇവിടെ റെഡ് അലേർട്ടാണ്, നല്ല ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനൊക്കെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സാധ്യതയല്ല, ഇടിമിന്നൽ എനിക്ക് അങ്ങനെ ഇവിടെ വന്നിട്ട് അധികം കണ്ടിട്ടുള്ളൂ. പക്ഷേ മഴയും കാറ്റും നല്ല രീതിയിലുണ്ട്, നമ്മളെടുത്ത് പറപ്പിച്ചുകൊണ്ട് പോകുന്ന രീതിയിലുണ്ട്. പിന്നെ നമ്മൾ സ്ട്രോങ് ആയിട്ട് റെയിൻകോട്ട് ഇട്ട് ബാഗും വെച്ച് നൈസായിട്ട് അങ്ങ് നടന്നു പോകും, അത് എൻജോയ് ചെയ്ത്. പിന്നെ ഈ ഒരു സോളോ ട്രിപ്പിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഈ സാധനമാണ്, റിയൽമി T300. ഇതുള്ളതുകൊണ്ട് നമുക്കങ്ങനെ മടുപ്പും കാര്യങ്ങളും അറിയത്തില്ല, നല്ല രീതിയിൽ പാട്ടും കേട്ട് അങ്ങ് ആ ഒരു വൈബിലങ്ങ് പോവും. പിന്നെ എന്തൊക്കെയാണെങ്കിലും ഇതെല്ലാം തീർത്ത് ലാസ്റ്റ് ഇതിൻ്റെ ഫൈനൽ ഡേ കന്യാകുമാരി ചെന്നിട്ട് ഞാൻ ഒരു വീഡിയോ ഇടും. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. കാരണം അന്നേരം എനിക്കൊരു പോസിറ്റീവ് മൈൻഡ് വരും, എനിക്ക് എപ്പോഴും പോസിറ്റീവ് മൈൻഡ് ഉണ്ട്, പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് വരും, ഞാൻ ഇത്രയും ദൂരം എല്ലാം കവർ ചെയ്തു, അപ്പോൾ എന്നെക്കൊണ്ട് ഇനിയും ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ സാധിക്കുമെന്നൊരു വിശ്വാസം എൻ്റെ മനസ്സിൽ വരും. എൻ്റെ മനസ്സിൽ ആ വിശ്വാസം ഉണ്ട്, എന്ത് കാര്യം സാധിക്കുന്നു, പക്ഷെ അത് ഒന്നോടൊന്ന് ശക്തമായിട്ട് വരും. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിന് ഇറങ്ങാനുള്ള കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം, അതായത് കറക്റ്റായിട്ട് പറഞ്ഞാൽ 2 ദിവസം മുമ്പാണ് ഞാനിത് തുടങ്ങിയത്. അതിൻ്റെ തലേ ദിവസം, അതായത് ഒരു 3 ദിവസം മുമ്പ് ഞാനിങ്ങനെ ഉറങ്ങാൻ കിടന്നിട്ട് എനിക്ക് എന്തിട്ട് ഉറക്കം വരില്ല. കാരണം ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്തോ എന്നൊരു തോന്നൽ എൻ്റെ മൈൻഡിലേക്ക് വരും. ആരെങ്കിലും ചോദിച്ചാലായാലും നമുക്ക് ലൈഫിൽ എന്തെങ്കിലും നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ പേരിൽ ഒരു റെക്കോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല, അപ്പോൾ എനിക്ക് അങ്ങനെ എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ് വേണം. ആരെങ്കിലുമൊക്കെ എല്ലാവരും ചെയ്യുന്നത് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും പറ്റും, പക്ഷെ എന്നാലും എല്ലാ ആൾക്കാരും ചെയ്യാൻ മടിക്കണ കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാണെങ്കിൽ അവിടെയാണ് നമ്മൾ പെർഫെക്റ്റ് ആവണേ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച്, ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എനിക്കൊരു പുതിയ എക്സ്പീരിയൻസും ആയിരിക്കും. കാര്യം നല്ല കഷ്ടപ്പാടുണ്ടാവും, അതെനിക്കറിയാം കഷ്ടപ്പാടുണ്ടാവുന്നത്, കാരണം ഇത് നിസ്സാര പരിപാടിയല്ല, നല്ല രീതിയിൽ കഷ്ടപ്പാടുണ്ടാവും. പക്ഷെ ഞാനത് രണ്ടും കൽപ്പിച്ച് ആ റിസ്ക് എടുക്കാന്നുള്ളൊരു മൈൻഡ് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ അതിൻ്റെ അടുത്ത ദിവസം തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ കയറി നേരെ കാസർഗോഡ് വന്നത്. പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാനോ ആരോടും ചോദിക്കാനോ നിന്നില്ല. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ആരും സംഭവം അറിഞ്ഞിട്ടില്ലായിരുന്നു. പോണ വഴിക്ക് സ്റ്റോറിയൊക്കെ ഇട്ട് കണ്ട് അങ്ങനെയാണ് എല്ലാവരും അറിഞ്ഞത്. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചടാ നീ തന്നെയാണോ, അതോ കൂടെ ആരുണ്ടോ, കൂടെ ആരെങ്കിലുണ്ടോ? കൂടെ ആരുമില്ല, കാരണം ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല, ആരെയും ഞാൻ വിളിച്ചിട്ടുമില്ല. വിളിച്ചാലും ആരും വരുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. പിന്നെ എൻ്റെ ഒരു മൈൻഡ് കയറിയിട്ട് ഞാനിങ്ങ് പോകുന്നതാണ്. പിന്നെ ഇത് തീർക്കുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. എന്തൊക്കെയാണെങ്കിലും എത്ര ദിവസം എടുത്തിട്ടാണെങ്കിലും ഇത് തീർത്തിരിക്കും. പിന്നെ ഞാനിത് തീർത്താലും ആരും വിശ്വസിക്കാനൊന്നും പോകണില്ല, ഇത് ഫുള്ള് ഞാൻ നടന്ന് തീർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും പറയും നടന്ന് തീർത്ത്, ഞാൻ എത്ര കഷ്ടപ്പെട്ട് എത്ര ആത്മാർത്ഥം എടുത്ത് നടന്ന് തീർത്താലും അവസാനം പറയും പിന്നെ നീ കോപ്പം നടന്നേ, നീ കുറേ ദൂരം നടന്നിട്ട് കുറച്ച് KSRTC വന്നു കാണും, അല്ലെങ്കിൽ ബസ് വിളിച്ച് വന്നു കാണും എന്നൊക്കെ പറയുന്നവരും കാണും കേട്ടോ. എനിക്കറിയത്തില്ല പറയുമെന്ന്, പക്ഷേ മനുഷ്യരുടെ സ്വഭാവമല്ലേ. ഗാന്ധിജീനെ വെടിവെച്ച് കൊന്നതിന് 2 അഭിപ്രായമുള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ പിന്നെ എന്നെ കാണിച്ചിട്ടായാലും നിങ്ങൾ എന്താ പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും എനിക്കതൊരു വിഷയമല്ല, കാരണം ഞാൻ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല ഇറങ്ങിയത്. ഞാൻ എൻ്റെ ഒരു മനസ്സമാധാനം, ഇപ്പം ആര് വിശ്വസിച്ചില്ലെങ്കിൽ എന്താണേലും ഞാനത് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ എനിക്ക് ആരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ വീഡിയോ ഇടുന്നുണ്ട്, അപ്പോൾ കണ്ട് വിശ്വാസമുള്ളവർ മാത്രം വിശ്വസിച്ചാൽ മതി. കാരണം ഇപ്പം കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഇനി പറയാൻ പറ്റത്തില്ല, ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അവസാനമായി എല്ലാം മിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മാറ്റി പറയുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഒരു മിഷൻ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മെസ്സേജ് അയക്കാത്ത ആൾക്കാർ വരെ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുകയും ഓഡിയോ അയക്കുകയും എന്നെ ഫോൺ വിളിക്കുകയൊക്കെ ചെയ്ത് എനിക്ക് നല്ല രീതിയിൽ മോട്ടിവേഷൻ തന്നിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കണ്ടിട്ടൊരു മൈൻഡ് പോലും ചെയ്യാതെ ഇരിക്കുന്ന ഒരു ചെറിയ വിഭാഗം ആൾക്കാരും ഉണ്ട് കേട്ടോ. കാരണം അവർക്കൊരു വിശ്വാസമില്ല, ചിലപ്പോൾ അവരിൽ പോലും വിശ്വാസമില്ലാത്തായിരിക്കും പിന്നെയാണ് നമ്മളിൽ. അപ്പോൾ അവരിങ്ങനെ ഇതൊന്നും നടക്കാൻ പോകില്ല, ഇതൊന്നും ചെയ്യത്തില്ല എന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ ആ ഒരു രീതി കണ്ടുപോകത്തേ ഉള്ളൂ. പക്ഷേ അതേ സമയത്ത് ഞാനാണെങ്കിൽ ഇപ്പം എന്ത് തന്നെയാണ്, ഇപ്പം എൻ്റെ ഒരു ശത്രു ആണെങ്കിൽ പോലും അവനൊരു കഴിവുണ്ട്, അല്ലെ അവനൊരു നല്ല കാര്യം ചെയ്യുവാണെങ്കിൽ ഞാനത് പറയും, മോട്ടിവേറ്റ് ചെയ്യും. നല്ലത് ചെയ്താലും പറയും, ചീത്ത ചെയ്താലും പറയും. പക്ഷേ ചീത്ത ആൾക്കാർക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല. അവരെ എന്തെങ്കിലും ചീത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കാർക്കും ഇഷ്ടപ്പെടത്തില്ല, എല്ലാവർക്കും നല്ലത് കേൾക്കാനാണ് ഇഷ്ടം. അപ്പം അങ്ങനെ എനിക്ക് കുറേ ഫ്രണ്ട്സിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഉപദേശിച്ച് നന്നാക്കാൻ നോക്കിയിട്ട്. പിന്നെ ഞാൻ ഓർത്ത് പോട്ടെ, ഏതെങ്കിലും വഴി പോട്ടെ, കാരണം നമ്മൾ സ്നേഹം കൊണ്ട് പറഞ്ഞ് റെഡിയാക്കാൻ നോക്കണം. അവർക്കത് കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ നശിക്കുവാണെങ്കിൽ നശിക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ പോകാണ്ട് വിട്ടു. അപ്പം അതുകൊണ്ട് എന്ത് കാര്യം നമ്മൾ ചെയ്യാൻ പോലും നല്ല ആൾക്കാരുണ്ട്, ചീത്ത ആൾക്കാരുണ്ട്. പക്ഷേ അവനത് പറയണത് എൻ്റെ നല്ലതിന് വേണ്ടിയാണല്ലോ എന്ന് മനസ്സിലാക്കി എടുക്കണ ആൾക്കാരും ഉണ്ട് കേട്ടോ. പക്ഷെ എല്ലാ ആൾക്കാർക്കും ആ ഒരു കഴിവ് കിട്ടണമെന്നില്ല. ഇപ്പം എന്തൊക്കെയാണെങ്കിലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് നമ്മളെ തളർത്താൻ നോക്കിയാലും നമ്മുടെ മനസ്സിന് ശരീരം തളരാൻ പാടില്ല. ശരീരം തളർന്നാലും നമ്മുടെ മനസ്സ് തളരാൻ പാടില്ല. ആ ഒരു ഒറ്റ മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതറ്റം വരെയും പോകും.
ഇത് ഇത്രയും പ്രസംഗിച്ചിട്ട് നീ ഇത് തീർക്കോടാ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ടാവും. ഇവർക്കുള്ള മറുപടി ഞാനിത് തീർക്കണം എന്ന് ഞാൻ കൊടുത്തിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ് നമുക്ക് നൈസായിട്ട് ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ പോകുന്ന വഴിയിൽ പതുക്കെ അങ്ങ് തരാം. ഓക്കെ, ബൈ.